Audience. ഒരു ഓഡീഷൻ കഴിഞ്ഞു വരും. അപ്പൊ ഓഡിഷന് മറ്റേ പിള്ളേരെ അഭിനയിക്കുമ്പോ നിങ്ങളൊക്കെ മാർക്കിടാൻ പോയില്ലേ? മാർക്കിടാനല്ല, ഞാന് അഭിനയിച്ച് കാണിക്കാൻ വേണ്ടി അഭിനയിച്ച് കാണിക്കാനോ? നിങ്ങളെ ഇത്ര വർഷമായിട്ട് നാടകത്തിൽ കിടന്ന് പാറ്റി തെളിഞ്ഞ് നിങ്ങൾ ഇനി പോയി അഭിനയിച്ച് കാണിക്കണോ? അതെന്നെ ഭർത്താവിനെ പറഞ്ഞു. ഇത് സാധാരണ സ്പെഷ്യൽ ചിത്രമാണ്. ഇതിനകത്ത് അടിപൊളി വേഷം എന്ന് പറഞ്ഞാൽ വേഷം. അപ്പൊ നായകനായിരിക്കും? നായകനൊന്നല്ല, അതിന്റെ ഒക്കെ മേളിയുള്ള സംഭവമാണ്. നായകന് മേളി നായിക, നായകന് മേളി എങ്ങനെ നായിക വരുന്നത്? അതിന്റെയൊക്കെ മേളിയാണ് വില്ലൻ. ഞാൻ എന്റെ മുഖത്തോ? അതിനങ്ങനെ ഭർത്താനം പറഞ്ഞു. നിങ്ങൾ ഞാൻ കണ്ട നാടകത്തിലല്ല, ഒന്ന് ഹാസ്യതാണ്, ഒന്ന് മിണ്ട എന്തൊരു സ്വഭാവം, പിന്നെ നായക പാവ അപ്പൂപ്പ. അങ്ങനെ അങ്ങനെ മുഖത്ത് വില്ലൻ വരും. നീ എന്റെ കരള് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ കരൾ എങ്ങനെ? അതിന് സിറോസിസ് ഒന്ന് പുറത്തെടുക്കുമ്പോ കാണും. എടാ അതല്ലെന്നും, എടാ ഞാൻ അഭിനയിച്ച നാടകം കരളെന്ന നാടകം കണ്ടിട്ടുണ്ടോ? കരളെ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഒന്നാന്തരം വില്ലനാ. ഞാൻ സ്റ്റേജിൽ എൻട്രി ചെയ്തോണ്ടല്ലോ, ഫ്രണ്ടിരിക്കുന്ന ഒരു 12 അടി പുറപ്പെട്ടങ്ങ് പോകും. അയ്യോ വില്ലൻ എന്നും പറഞ്ഞു. അത്ര നാടകത്തിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കേട്ട സിനിമ അങ്ങനല്ലല്ലോ. സിനിമയിലെ ഒരു സിനിമാറ്റിക് മുഖമല്ല നിങ്ങളുടെ. അപ്പൊ എന്റെ മുഖത്ത് വില്ലത്തം വരത്തില്ല. സമ്പന്ന അറിയാം, ഡ്രാക്കുളായിട്ടാ മോനെ. ഡ്രാക്കുള വില്ലൻ. ഡ്രാക്കുള കിടക്കുന്നത് പുളിസോ, അത് ഒട്ടും പറ്റത്തില്ല. എന്റെ മുഖത്തോ? നിങ്ങൾ ഡ്രാക്കുള കണ്ടിട്ടുണ്ടോ? ഡ്രാക്കുള എന്ന് പറഞ്ഞ ഒരു 7 അടി പൊക്കം, തേറ്റ പല്ല്, ചുമന്ന കണ്ണ്, നീട്ടി വളർത്തി മുടി, അതൊക്കെ വെച്ചിരിക്കുന്ന കോട്ട്, അതാണ് ഡ്രാക്കുള. നിങ്ങൾ ആകെ ഇത്ര ഉള്ള ആൾ എങ്ങനെ ഡ്രാക്കുളയാവും? 7 അടിയൊക്കെ ഉണ്ടാക്കാൻ തട്ട് പോലെ ചവിട്ടി പിടിച്ചിങ്ങനെ. മുഖം വരണമല്ലോ. മുഖത്ത് വരണം. മുഖത്ത് വരത്തില്ല. നീ ഒന്ന് കണ്ണടയ്ക്കാവോ? ജസ്റ്റ് ഒന്ന് കളിക്കാൻ. നീ പേടിക്കരുത്, ജസ്റ്റ് ഒന്ന് കളിക്കാൻ വേണ്ടിട്ടാ. ഒന്ന് കണ്ണടച്ചു ഒറ്റ മിനിറ്റ്, ഇപ്പൊ കളിച്ചരാം. പിന്നെ തുറക്കട്ടോ? മേടിച്ചോ? കണ്ടോ പള്ളി വരെ സെറ്റ് ചെയ്തിട്ടാ വന്നിരിക്കുന്നത്. ഇതിനെന്തിനു ഓഡിഷൻ? ഇതെടുത്തങ്ങ് വെച്ചാൽ പോലെ. തേറ്റുള്ള പല്ലാണ്, തേറ്റയില്ല. ഇത് ഇപ്പൊ ചിന്തിക്കണമെന്ന് മേടിച്ചോ? ഈ തേറ്റ മതി. പിന്നെ അവര് മറ്റേ ഗ്രാഫിക് അങ്ങനെ എന്താ സംഭവം ഉണ്ടോ സിനിമയില്, അത് വെച്ച് വലുതാക്കി. തമ്പിയണ ഞാൻ കളിയാക്കിയാന്ന് വിചാരിക്കല്ലേ, പക്ഷെ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്കൊരു മനസ്സിന് സന്തോഷം. ഒരു ചായ കുടിക്കും. ഞാൻ മേടിച്ചു തരും. ഒരു കലാകാരനെ പെണ്ണമ്പിള്ള അവിടെ നിൽക്കട്ടെ, ഒരു ചായ നിങ്ങൾ കുടിക്കണം. കുഴപ്പമില്ല. നിങ്ങളുടെ ഓഡിഷനകത്തെ അഭിനയം കണ്ടിട്ടേ അവന്മാരെന്തോ പറഞ്ഞു, വിളിക്കോ? അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവര് പറഞ്ഞു ചേട്ടൻ അടിപൊളിയാ, കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഫോൺ നമ്പർ ഇല്ല, എന്റെ ഫോൺ കേടാ. പിന്നെ ആരെ വിളിക്കും? സുലുവിനെ കൊടുത്തു, പെണ്ണുമ്പിള്ളയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. രാത്രി വിളിക്കാന്ന് പറഞ്ഞു. അല്ല, പെണ്ണുമ്പിള്ളയുടെ നമ്പറാണ് അവരോട് പറഞ്ഞോ? അവരോട് പറഞ്ഞു. ചറപറാ വിളി വരും രാത്രി. അതന്നെ അങ്ങനെ വർത്താനം പറഞ്ഞു. അല്ല, നിങ്ങളുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടു. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങളെ വിളിക്കാതിരിക്കത്തില്ല. വിളി വരും അല്ലേ? നമുക്ക് ഇവിടെ ഒരു നല്ല കയ്യക്കാരന് വല്ലതും കിട്ടാൻ മാർഗമുണ്ട്. കയ്യക്കാരന് എന്റെ പരിചയത്തിൽ നമ്മുടെ ഇടപ്പഴ ജംഗ്ഷൻ മോഹൻണ്ടായിരിപ്പുണ്ട്, പഴയ കയ്യക്കാരനാ. അയ്യോ, സാധാരണ ഡ്രസ് അല്ല. ഒരു 7 അടി ഹൈറ്റുള്ള വലിയ ഡ്രാക്കുളയുടെ കോട്ടില്ലേ, അത് തയ്ക്കണം. അതങ്ങനെയായിരിക്കും. അങ്ങനെ പോലീസ് യൂണിഫോം തയ്ക്കുന്നേ. അങ്ങനെ അതിന്റെ പണി അറിയാം. അറിയാലേ? അതിന്റെ പണി പഠിക്കാം. തുണി എടുത്ത് പുള്ളി തയ്ച്ചാലും. അല്ല, ഇതിപ്പോ ഡ്രാക്കുള ഡ്രസ് അവരല്ലേ തരുന്നേ? അല്ല, അത് അവര് പറഞ്ഞു ഞാൻ വില കൊടുത്ത് മേടിക്കാൻ പറഞ്ഞു. എന്നോട് മേടിച്ചാലെന്ന് പറഞ്ഞു. 12,500 അല്ലാതെ എനിക്ക് ചിലവായി. അതിന്റെ ചെലവ് 1000 രൂപ, 1500 രജിസ്ട്രേഷൻ കൊടുത്തു. പിന്നെ ഒരു 1000 രൂപ 2 പേര് വിളിച്ചായിരുന്നു. അവരെനിക്ക് മുട്ടിച്ചായിരുന്നു. അമ്മമാർക്ക് 500 വെച്ച് കൊടുത്തു. എന്റെ പൊന്ന് തമ്മിണ്ട, നിങ്ങൾക്ക് ഈ പൈസ കൊടുത്ത് അഭിനയം കാണിക്കാൻ പോകേണ്ട നല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആഗ്രഹം കൊണ്ടല്ലേ. എന്താ ഈ 2500 നിങ്ങളെ വീട് ഒരാഴ്ച സുഖമായിട്ട് കഴിഞ്ഞു പോകത്തില്ല. 2500 പോയല്ലേ, ലക്ഷങ്ങളെ കൈവരാൻ പോലെ നടന്നാകുമല്ലേ. അവര് സിനിമയിലേക്ക് വിളിച്ചാലല്ലേ ഉള്ളൂ. അതൊക്കെ വിളിക്കും. നല്ലൊരു ഫ്ലാറ്റ് ഇവിടെ, ലക്ഷറി ഒരു ഫ്ലാറ്റ് പോകണം. ഷൂട്ടിന് വേണ്ടിട്ടാണ്? എനിക്ക് വേണ്ടിട്ടാ. ഇവിടുത്തെ താമസം ഞാൻ വെച്ചടി സിനിമ നടന്ന പിന്നെ മാറുമല്ലേ. എനിക്ക് മാറ്റങ്ങൾ കൊണ്ട് ഞാൻ കോടികൾ സമ്പാദിക്കാൻ പോവല്ലേ. ഇവിടെ പിന്നെ ആരെങ്കിലും കിടക്കൂ? ഡ്രൈവറെ വേണം. അത് കിട്ടും. ഇവിടെ ഉണ്ട്. കൊടുക്കാം. അമ്മേ, നമ്മാവൻ എന്താടാ? അയ്യോ, അവൾക്ക് എന്തായിരുന്നു അസുഖം? കിടപ്പിലായിരുന്നാ? നീ അങ്ങോട്ട് പോണാ?
എന്നാ ശരിയടാ, നീ പോ. ഞാനിവിടെ ഇവിടെ ആരെങ്കിലും കൂട്ടി ഞാൻ അങ്ങോട്ട് വരാം, മരണ വീട്ടിലോട്ട് വരാം. ശരിയടാ. ആരാ അമ്മേ? പിന്നെ നമ്മുടെ കുടുംബ വീട്ടിന്റെ തെക്കുവശത്ത് തെക്കതി വീടെന്ന് പറഞ്ഞൊരു വീടില്ലേ, ആ വീട്ടിലപ്പോ വായനി മരിച്ചുപോയി. വയ്യാതെ കിടക്കൂലായിരുന്നു? വയ്യാതെ കിടക്കുമായിരുന്നു പാവം. ഞങ്ങൾ തമ്മിൽ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കടിച്ചു വളർന്നവരാണ്. എനിക്ക് അവസാനമായിട്ട് അവളെ മുഖം ഒന്ന് കാണണമെന്നുണ്ട്. അല്ല, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പോകുന്നു? എന്നെ ഒന്ന് കൊണ്ടുപോയി അവിടെ വരെ. അമ്മ, എനിക്കിന്ന് ഡാൻസ് ക്ലാസ് ഉണ്ട്. മാസം അവസാനമല്ലേ, കറക്റ്റായിട്ട് ഡാൻസ് ക്ലാസ് എടുത്തില്ലെങ്കിൽ മാസം ആദ്യം പിള്ളേരോട് ഫീസ് ചോദിക്കാൻ പറ്റത്തില്ല. പിന്നെ നീ ഇനിയിപ്പോ ഡാൻസ് സ്കൂളിൽ നിന്ന് ഫീസ് കൊണ്ടുവന്നാണ് ഇവിടെ കഞ്ഞി വയ്ക്കാനുള്ളത്. അമ്മക്ക് അതൊക്കെ പറയാം. അമ്മ ചേച്ചിനെ വിളിച്ചോണ്ട് പോ. ചേച്ചി അവിടെ വെറുതെ ഇരിക്കല്ലേ? വരുമെന്ന് ചേച്ചി. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നീ നിന്റെ കാര്യം നോക്കി പോ. കഷ്ടമാണ്. ഇവിടെ നീ വള്ളിയും പിടിച്ചോണ്ട് ഇതൊക്കെ വന്നെന്ന് ആലോചിക്കുന്നത്. തലയ്ക്ക് നടപ്പുറ കൊടുക്കണം. ഓരോ ഇതൊക്കെ എന്തിനാണാവോ ഇതൊക്കെ കല്യാണം കഴിച്ചത്? എന്തോന്ന് കറി ഇരിക്കമ്മേ, ദേ ഒരു പുളിശ്ശേരിയും വെക്കണം. ദേ ഇതും കൊണ്ടൊരു പരിപ്പ് ഇട്ട് തോരൻ വെക്കാന്ന് വിചാരിച്ച. തേങ്ങ ചിരണ്ടിയിട്ട്. തേങ്ങ ചിരണ്ടിയിട്ട്. ക്ലീറ്റോയേ ഓരോ പണി ഒപ്പിച്ചിട്ടുണ്ടാവുന്നത്. പാർട്ടിയുടെ പരിപാടിക്ക് ഇവിടുന്ന് രാവിലെ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണമെന്ന് ഭക്ഷണം. എനിക്കിതല്ലേ പണി. അയ്യോ, അത് നല്ല കാര്യമല്ലേ മക്കളെ? അന്നദാനം മഹാദാനം എന്നല്ലേ പിന്നെ ഭയങ്കര മഹാദാന. അത് വിശന്നിരിക്കണവന്. അമ്മ കളിയാക്കാതെ പൊയ്ക്കൊന്ന്. പക്ഷെ മക്കളെ, ഞാനിപ്പോ വന്ന ഒരു കാര്യം പറയാനാണ്. നമ്മുടെ ഭവാനി മരിച്ചുപോയി. ഏത് ഭവാനി? അല്ല, നമ്മുടെ ആ കുടുംബ വീട്ടിന്റെ തെക്ക് വശത്ത് തെക്കേ. ആ അമ്മമ്മയോ? അയ്യോടാ, കഷ്ടമായി പോയല്ലോ. എന്ത് പറ്റിയതിന്? അല്ല, എന്തൊക്കെ അസുഖമായിരുന്നു, കിടപ്പിലായിരുന്നു മക്കളെ. എനിക്ക് എന്നെ ഒന്ന് അവിടെ വരെ ഒന്ന് കൊണ്ടുപോകുമോ? മരിപ്പ് കാണാനാ? എന്റെ അമ്മേ, ഇന്ന് ഒരു നിവൃത്തിയില്ല. എനിക്ക് തൊഴിലുറപ്പിന് പോണ്ടേ. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ധൃതി പിടിച്ച് ചെയ്യണത്. എനിക്ക് അവളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. വേറൊരു കാര്യമുണ്ട്. അമ്മ ഇനിയിപ്പോ ഈ പ്രായത്തിൽ മരിപ്പൊന്നും കാണാൻ വേണ്ടി പോകണ്ട. അത് ഇത്രയും ദൂരെ ഇവിടെ എങ്ങാനും ഇരിക്കും. പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ നിനക്ക് വരാൻ സൗകര്യം അല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഓരോ മുടന്ത ന്യായങ്ങളുമായിട്ട് വന്നോളൂ ഓരോരുത്തരും. എനിക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു കാര്യത്തിന് പോകണമെന്ന് പറഞ്ഞാൽ ഒരുത്തിയൊക്കെ സൗകര്യമില്ല. മുടന്ത ന്യായങ്ങളുമായിട്ട് ഇറങ്ങി വന്നോളൂ എല്ലാവരും കൂടെ. ആരും വരണ്ട. ഒന്ന് ഇങ്ങോട്ട് വന്നേ. എടാ, നമുക്കൊരു സ്ഥലം വരെ ഒന്ന് പോണോടാ. എവിടെ പോണം? എവിടെ വേണേലും പോകാം. പക്ഷെ എന്റെ ചെലവ് ഏൽക്കണം. അതൊക്കെ ഞാൻ ഏറ്റ്. എടാ, പിന്നെ എനിക്ക് എന്റെ കുടുംബ വീട് വരെ ഒന്ന് പോണമായിരുന്നു. അവിടെ ഒരു മരണം. മരണത്തിനോ സമയം ഞാനേ ഒരു വണ്ടി അവിടെ അടിച്ചിട്ട് ഞാൻ ടൂൾക്കിറ്റ് എടുക്കാൻ വന്നേ. അയ്യോ എടാ, എന്റെ ഏറ്റവും ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് മരിച്ചു പോയത്. എനിക്ക് അവസാനമായിട്ട് അവളെ മുഖം ഒന്ന് കാണണമെന്നുണ്ടോന്ന്. അമ്മ കളിക്കൂട്ടുകാരാണ്, യാതൊരു കാരണവശാലും ബോഡി കാണാൻ പോകരുത്. അവരെന്തായാലും അമ്മ എടുത്ത് സഞ്ചാരം പറയും. സഞ്ചാരം പറയുമ്പോൾ നമുക്ക് പോയി പ്രഥവനും ഇഡലിയും സാമ്പാർ കുറച്ചിട്ട് പിടി പിടിക്കാം. അന്നേരം അവരുടെ മക്കളെ കാണാൻ ശരിക്കൊന്നും കാണാൻ വരാൻ പറ്റില്ല, വയ്യാതെ കിടന്നയാ. അത്രേ ഉള്ളു കാര്യം. ഓടാ അവിടെ നിന്ന്. ഡൽഹിയിൽ തിന്നാൻ പോയിരിക്കുന്നു. എടാ, നിനക്ക് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് മാത്രം പൈസ തന്നിട്ടുണ്ടാ? 100 ചോദിക്കുമ്പോൾ 100, 200 ചോദിക്കുമ്പോൾ 500 ചോദിക്കുമ്പോൾ 500. നീ പോടാ നിന്റെ ജോലി. കൂടുതൽ പ്രസംഗിക്കണ്ട. സാറേ, നാളെ നമുക്കൊരു ചെറിയ പരിപാടി തോട്ടിൽ ചെയ്യാനുണ്ട്. എന്തോന്ന്? നാളെ നമ്മളെല്ലാം കൂടെ ഒന്ന് സംഘം ചേർന്ന് ഇറങ്ങി തോടൊന്ന് വൃത്തിയാക്കണ പോലൊരു പരിപാടി കാണിക്കണം. എൻ്റെ അളിയതായി തോട് നല്ല വൃത്തിയായിട്ട് കിടക്കുമല്ലേ? ഇന്നലെ നല്ല കിടിലം മഴ പെയ്തല്ലേ? അത് വൃത്തിയായി കിടക്കുന്ന മഴയത്ത് പോയി, അത് നമുക്കല്ലേ അറിയൂ. നമ്മൾ നാളെ ഇറങ്ങി നമ്മൾ വൃത്തിയാക്കി എന്നുള്ളൊരു ഇത് വരുത്തണം. അത്രേ ഉള്ളൂ. നാളെ ഫ്ലെക്സും വയ്ക്കണം. അശു അളിയെ ഞാൻ ചിന്തിച്ചില്ല. നിനക്ക് ചിന്തിക്കാക്കല്ലോ, നമുക്ക് ഇത് ചിന്തിച്ചല്ലേ പറ്റുള്ളൂ. പിന്നെ വേറെ കാര്യം പറയാണ്ട്, ഫിലിപ്പോസ് അച്ചായൻ ഈ റബ്ബർ കൊടുക്കാനുള്ള തീരുമാനത്തിലാണ്. എൻ്റെ അളിയ ഇത് നല്ല ആദായമല്ലേ? ഇതെന്തൊരു കൊടുക്കുന്നത്? ആദായമൊക്കെ കിട്ടിയിരുന്ന ഒരു കാലമുണ്ട്. ഇപ്പം അതൊന്നും ഇല്ല. റബ്ബറിന് വില കൂടിയപ്പോൾ വെട്ടുകൂലി കൂട്ടി, അതിൻ്റെ വില കുറച്ചപ്പോൾ വെട്ടുകൂലി കുറച്ചില്ല. അപ്പോൾ റബ്ബറിൻ്റെ ഉടമസ്ഥന്മാരെല്ലാം റബ്ബർ വെച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അയാൾ ഇത് കൊടുക്കാൻ പോകുന്നത്. ഇതിന് നമുക്കൊരു പാർട്ടിയെ നോക്കാം. അമ്മ ആ
ഏ അയ്യോ ഇല്ലമ്മ, ആ മരിപ്പ് ഞാൻ അറിഞ്ഞു. പക്ഷെ എനിക്ക് തിരക്കാ, സമ്മേളനമുണ്ട്. ആ ഇല്ല ഇല്ലമ്മ. അമ്മ ഞാൻ വേണമെങ്കിൽ നമ്മളെ പാർട്ടിയുടെ ഒരു റീത്ത് അവിടെ വെപ്പിക്കാം. ഇന്നിപ്പോൾ ഒരു കാരണവശാലും എനിക്ക് വരാൻ പറ്റൂല. അമ്മ ഇത് പറയണ മനസ്സിലാക്കുക. അവിടെ വേറെ ആരെല്ലാം ഉണ്ട്, അവരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ അവരാരെങ്കിലും ഫ്രീ ആയിട്ട് നിൽക്കുന്നവരെ ഒന്ന് വിളിക്കുക. കനകൻ്റെ അടുത്തൊന്ന് ലീവ് എടുത്ത് വരാൻ പറയല്ലെങ്കിൽ അങ്ങനെ ആരും നോക്കാം. എൻ്റെ തിരക്ക് അമ്മയ്ക്ക് അറിയാമല്ലോ. ഓ പണങ്ങി കളവ് കട്ട് ചെയ്ത് പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല, ദേഷ്യം വന്നു. അല്ലാളിയാ റീത്തൊക്കെ വെക്കാന്ന് പറഞ്ഞാൽ ഈ റീത്ത് വെക്കാൻ പൈസ വേണ്ടേ? നമ്മളെ ഇന്നലെ മറ്റേ കണാരം മരിച്ച് ഇന്നലെ വെച്ചില്ലേ, അതവിടെ ഇപ്പോൾ ആരും കാണാതെ അവിടെ കിടപ്പുണ്ട്. അവിടെ പോയി പതുക്കെ എടുത്തിട്ട് അതിനകത്ത് പേപ്പർ മാറ്റി ഒന്ന് വെച്ചിട്ട് അവിടെ കൊണ്ട് വെച്ചാൽ എന്തോന്നല്ലേ ഈ പറയുന്നത്? അങ്ങനെയൊക്കെ തന്നെ. രാമേട്ടാ, ഞാനേ എനിക്കൊരു മരിപ്പിന് പോകണം. അപ്പം ഞാൻ ഉച്ചക്കൊന്ന് അവിടെ പോയിട്ടേ വരുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം റെസ്റ്റ് ചെയ്യരുത്. ഊണ് കഴിഞ്ഞത് പണിയെടുക്കണം കേട്ടാ. ഞാൻ പോയിട്ട് വേഗം വരാം. ഒന്ന് പോയി കണ്ടിട്ട് വരാം, അത്രയും വേണ്ടപ്പെട്ടവരാണേ. അതെ, ഞാൻ ഇവിടുന്ന് ഉച്ചയ്ക്ക് പോയി എന്ന് കരുതിയിട്ട് ആ സമയം മുഴുവൻ മമ്മക്കാൻ്റെ കടയിൽ നിന്ന് ബീഡി വലിച്ച് കളയരുത്. ഇവിടെ ഉണ്ടാവണം. ഉണ്ടാവും കേട്ടാ. ഏതാ നമ്പർ? ഹലോ, ആരാ? ചേച്ചിയാ? അപ്പൊ ഏതാ നമ്പർ? സുജുവിൻ്റെ അവിടുന്ന്. അതെന്താ അപ്പൊ വീട്ടിലെ ഫോണില്ലേ? എന്തേ? ഇങ്ങോട്ട് വന്നാൽ മതി, നമുക്ക് ഒരുമിച്ചാണ്ട് പോവാ. ഒഴിവില്ലാന്ന്? ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെ. വിഷമിക്കണ്ട, റെഡി ആയിട്ടേക്ക്. ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ അങ്ങോട്ട് വരാം, എന്നിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അതപ്പോൾ തന്നെ വരാം. ശരി. വേണ്ടാ, അതെ ചേച്ചി അവിടെ കാത്തുക്കുണ്ട്. ഞാൻ ഇപ്പം തന്നെ പോവാ. ചേവ നിൽക്കണില്ല. ചേച്ചീനെ കൂട്ടി പോയി കാണിച്ചിട്ട് വേണം എനിക്ക് വരാം കേട്ടോ. അപ്പോൾ പണി നടക്കട്ടെ. നീ ഞാൻ പറഞ്ഞൊക്കെ ഇവിടെ നിന്ന് നോക്ക്. ശരി ഞാൻ പോയിട്ട് വരാം എന്നാ. കഴിഞ്ഞോട്ട് ഇതെവിടെ പോകാനാന്നാവോ ഇങ്ങനെ വാതുക്കയിലോട്ട് നോക്കി നിക്കണേ? ഒരുങ്ങിയിട്ടുണ്ടല്ലോ. ചേച്ചി എന്നെ വിളിച്ച് ചേച്ചി മരിപ്പ് ടീച്ചറാനായിട്ട്. എനിക്ക് ഇന്ന് ഡാൻസ് ക്ലാസ് ഉള്ള ദിവസമല്ലേ, ഞാൻ എങ്ങനെ പോവും? എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എനിക്ക് തൊഴിലുറപ്പിന് പോകണ്ടേ? ഞാൻ ആ കറി ഒന്ന് തോരനാവാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണതാ. അമ്മയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നേരമായി അമ്മ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്? അമ്മ ഇത് എന്ത് ഭാവിച്ചിട്ടാ ഇങ്ങനെ നിക്കണത്? കയറി ഭാവിച്ചിട്ടായിരിക്കുന്നത് നിങ്ങളാരും അറിയണ്ട. എന്റെ കാര്യത്തിന് നിങ്ങൾ വിഷമിക്കുകയും വേണ്ട, ബുദ്ധിമുട്ടുകയും വേണ്ട. എന്നെ കൊണ്ടുപോയി എന്റെ ചെറുക്കം വരും, ഗിരിജായി. ഗിരിരാജൻ ചെറുക്കനെ നോക്കി നിക്കുവാണ്. സമയമില്ലല്ലോ. അഹങ്കാരി. വരട്ടെ, അകത്ത് കയറി ഇരിക്കി. ഞാൻ ഇവിടെ നിന്നോളാം. ഗിരിരാജൻ ആരും കൊത്തിക്കൊണ്ടൊന്നും പോവില്ല. വരുന്നു. പറഞ്ഞു തീർന്നില്ല, അപ്പോഴത്തേക്കും എത്തി 100 ആയുസ്. ചേച്ചി റെഡിയാ? നമുക്ക് പോവാം. നിങ്ങൾക്കൊന്നും ചേച്ചിയുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലേ? നിനക്ക് ചേച്ചിയൊക്കെ വലുതാണോ തൊഴിലുറപ്പിന് പോക്ക്? അമ്മാവ തൊഴിലുറപ്പിന് പോയില്ലെങ്കിൽ വേണ്ട, ഒന്നും പറയണ്ട. നിനക്ക് ചേച്ചിയൊക്കെ വലുതാണല്ലേ നിന്റെ ഡാൻസ് ക്ലാസ്? അമ്മാവ മാസം അവസാനമാണ് പിള്ളേരുടെ അടുത്ത് ഫീസ് വാങ്ങിക്കണ്ടേ? പിന്നെ നീ ഫീസ് വാങ്ങിയിട്ടാണല്ലോ ഇരിക്കാൻ പോണം. ചേച്ചി കറിക്കാം. നിങ്ങൾ ആരും ഇല്ലെങ്കിൽ എനിക്ക് കൊണ്ടുപറയില്ല. വർത്താനം പറയും, നീ അങ്ങോട്ട് ആവോലും. എടുക്കും, വണ്ടി എടുക്കും. എന്റെ പൊന്നെ, എന്തൊരു മുതലാണ് ആ വാങ്ങളയും പെങ്ങളും. അമ്മാവന്റെ ബോസ് കണ്ട. നീ എപ്പോഴാ പോണേ? കുറച്ച് കഴിഞ്ഞിട്ടേ പോത്തോളൂ. ചേച്ചിക്ക് പോവാറായില്ലേ? എനിക്ക് പോണം. എന്റെ ദൈവമേ, എന്റെ കറി ഇപ്പൊ അടുക്കി പിടിച്ചിട്ടുണ്ടാവും. അത് അടുക്കി പിടിച്ചിട്ടുണ്ടാവും. തലവേദന ഭയങ്കര വെയിലായിരുന്നു. ഒരു 10 മിനിറ്റ് വൈകിയിരുന്നെങ്കിലേ ബോഡി എടുത്തുണ്ടാവും. ആണല്ലേ? ചേച്ചിക്ക് അവരെ കാണാനുള്ള യോഗം ഉണ്ടായി. എനിക്ക് ഒരു നിവൃത്തി ഉണ്ടായില്ല വരാനായിട്ട്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വന്നേനെ. എനിക്കും ഡാൻസ് ക്ലാസ് ഉണ്ടായതുകൊണ്ടല്ലേ ഞാൻ വന്നേനെ. പോയില്ലെങ്കിൽ ഭയങ്കര കഷ്ടമായി പോയേനെ. ഒരുപാട് പേരുണ്ടായിരുന്നല്ലേ? പിന്നെ ഞാൻ പിന്നെ എന്താ വൃത്തിയെന്നറിയോ, ഈ പ്രായമായ നേരത്തെ ഈ അമ്മയ്ക്ക് എന്തെങ്കിലും മരിപ്പ് കണ്ടിട്ട് വന്നാൽ പിന്നെ അത് തന്നെയായിരിക്കും ചിന്ത.
അതാ ഞാൻ പോകണ്ടെന്ന് പറഞ്ഞു. അതിന് അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. അതൊക്കെ നിങ്ങളുടെ തെറ്റായ ധാരണയാണ്. കൂടെ അത്ര കാലം പഠിച്ചും ജീവിച്ചും വളർന്ന ഒരാൾ മരിച്ചു പോകുമ്പോൾ അവസാനമായിട്ടൊരു നോക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കാണുക തന്നെ വേണം. ചിലർക്ക് അത് പിന്നെ കണ്ണടച്ച രൂപം ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയല്ല അമ്മാവ, നമ്മൾ മരിച്ചു കിടക്കണ കണ്ടു കഴിയുമ്പോഴേ കണ്ണടയ്ക്കുമ്പോഴൊക്കെ നമുക്ക് ആ രൂപേ വരുത്തുള്ളൂ. മരണം കണ്ടില്ലെങ്കിലും നമ്മുടെ അടുത്ത് ചിരിച്ച് വർത്താനം പറയുന്ന ആ രൂപമായിരിക്കും. എനിക്കതുകൊണ്ടും മരണം വീട്ടിൽ പോണ സങ്കടം. ഓരോ ന്യായങ്ങളുണ്ടാവുമല്ല. അതെ, ഞാനെന്നാലേ ഞങ്ങളുടെ ഇറങ്ങാൻ നോട്ടെ. നാളെ പോവാ. അന്നല്ലേ ഉള്ളു. അമ്മായിനെ കൊണ്ടുവരാൻ ഞാൻ എന്താ പോ. എടി അവള് ഇവിടെ ഇല്ല. അവള് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ അവള് എറണാകുളത്ത് പോയിക്കല്ലേ. അല്ല പിന്നെ അവിടെ അമ്മായില്ലല്ലോ. നാളെ രാവിലെ പോയപ്പോരെ. അല്ല എന്താ അറിയാം, എനിക്ക് ചീരത്തോട്ടത്തിലേ ഇതുണ്ടായിട്ട് കുറച്ച് പണിയുണ്ട്. ഈ സന്ധ്യാസമയത്ത് ഇനി ഇവിടെ പോയിട്ട് എന്തൊരു പണിയെടുക്കാനാണ്? ഇന്നിനി ഇപ്പൊ പോണ്ട, നാളെ രാവിലെ പോയേച്ചാ മതി. ഏത് നേരെ ഇട്ടാവാറായി. അതിനല്ലേ ശരി, ഇനിയിപ്പോ അങ്ങനെയാണ് ചേച്ചിയുടെ ആഗ്രഹം. ഞാൻ നാളെ പോകുള്ളൂ. ആ അത് മതി. ചോറുണ്ടാ എല്ലാവരോടും സന്തോഷത്തി. കട്ടൻ ചായ ചിപ്സും നല്ല കോമ്പിനേഷൻ ആണല്ലോ. വേണ്ടവരെടുത്തോളം ഇനി നമുക്ക് കിട്ടുന്ന കാര്യം കഷ്ടം. ഓ പിന്നെ നമ്മൾ കാണാൻ നടക്കൂല. ഓ എല്ലാവരും സന്തോഷത്തിലാണ്. അങ്ങനെ ഒരു സന്തോഷ വാർത്ത പറയാം. വൈകിട്ട് നമുക്കൊരു ഫസ്റ്റ് സിനിമ കാണാൻ പോയാലോ? ടിക്കറ്റ് എന്തെങ്കിലും ഉണ്ട്, ഫ്രീ. സൂപ്പർ പടം. കൂട്ടുകുടുംബത്തിന്റെ കഥ, കുടുംബ ബന്ധങ്ങളുടെ തീവ്രത പറഞ്ഞൊരു കഥ. അപ്പൊ എനിക്ക് ആളെ കൊണ്ട് ഒരു തലയ്ക്ക് എനിക്ക് കമ്മീഷൻ കിട്ടും. അച്ഛനെ വിളിച്ചു പോയത് അത് സമ്മതിക്കും. അമ്മ അമ്മാവനൊക്കെ ഉണ്ടല്ലോ. അമ്മ അങ്ങനെ പറയല്ലേ. സിനിമ ഒന്ന് കാണാൻ പോവാന്നേ. ഓടാ ഞാനില്ല. എന്നാ കഞ്ഞി വെക്കട്ടെ. കഞ്ഞിയും കറിയൊന്നും വെക്കാൻ നിൽക്കണ്ട. നമുക്ക് ചൂട് ദോശയും ഓംലെറ്റും വാങ്ങിച്ചു തരുമോ? ഒരു കമ്മീഷൻ സെറ്റ്. എന്താ അമ്മേ? വയറുവേദന വല്ല ഗ്യാസ് പോണ വഴിക്ക് വല്ലതും കുടിച്ചാ? പോണ വഴിക്ക് വല്ലതും കടയിൽ നിന്ന് വല്ലതും മേടിച്ചാന്ന്? ഗ്യാസ് കയറിയതായിരിക്കും. നമ്മളൊന്നും കഴിച്ചില്ലല്ലോ. ഒന്ന് മുതുകൊന്ന് തട്ടിക്കൊടുത്തേ. ഞാൻ എടുത്തോണ്ട് വരട്ടെ. വല്ലാത്ത വേദന. ഗ്യാസിന്റെ ആയിരിക്കും. രണ്ടായമ്പൊക്കെ പോയാൽ തീരാന്ന കാര്യമുള്ളൂ. ഗ്യാസിന്റെ മരുന്നെടുത്തോണ്ട് വരട്ടെ അമ്മേ. ഗ്യാസ് പോയാൽ തീരാന്ന കേസല്ലേ ഉള്ളൂ. അതിലും നല്ലത് വെളുത്തുള്ളി ചതച്ചതായിരിക്കും. ഇത് രണ്ടിലും തീർന്നില്ലെങ്കിൽ നമുക്ക് പോകുന്ന വഴിക്ക് മരുന്ന് കഴിക്കാം. അമ്മേനെ ദേഹത്തോട്ട് കൊണ്ടൊന്ന് കിടത്ത് ഇടിച്ചെടുക്കട്ടെ. വീശിക്കൊടു. കുറച്ചേരം വെറുതെ കിടന്നാൽ ശരിയാവും. കുട്ടികൾ മരുന്ന് തന്നാൽ ശരിയാവും. ഏമ്പക്കം വരുന്നുണ്ടോ? ഗ്യാസ് ആണ്. ആ അതെ ഗ്യാസാ. പിടിക്കടാ. അവിടെ പോയി കിടക്കാം കുറച്ചേരം. ചിപ്സ് എല്ലാം കഴിച്ചിട്ട് അങ്ങനെ വരാൻ മടിയില്ല. വെളുത്തുള്ളിയും കൊണ്ട് ചെല്ല. എടുക്കോ അത് പൊളിക്കട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മേ? എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ കുറവൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കുത്തി ഒരുമാതിരി വേദന. ഒട്ടും കുറവില്ലല്ലോ ഇത്രയും മരുന്ന് കൊടുത്തു. അതെ, ഇനി വേദന കുറവില്ലെങ്കിൽ നമുക്കേ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കാതല്ലേ. അതിന് അമ്മ വരണ്ടേ? വാമ്മേ. റൊണാൾഡേ, നീ ചേച്ചി ഇത് വാശി പിടിച്ചിട്ട് കാര്യമില്ല. നീയേ ഒരു വണ്ടി വിളിക്കാനുള്ള വഴി നോക്ക്. വണ്ടി വിളിക്കാം കൊണ്ട കാണിക്കാതല്ലേ. എന്തിനീ ആശുപത്രി പോകാൻ മടി കാണിക്കണം? അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ആശുപത്രി പോകണ്ടേ? അതെ, ഇംഗ്ലീഷ് മരുന്നും കൊടുത്തു, വെളുത്തുള്ളി കൊടുത്തു, ആവി കണ്ടു, എന്നിട്ട് വേറെ തന്നെ പറയാത്ത ദഹനീയം തന്നെ. പിന്നെ മരണത്തിന് നിങ്ങൾ കൂട്ടില്ലാത്തതിന് പകരം വീട്ടിയതാ സിനിമ മുടക്കാൻ വേണ്ടി. അമ്മ നമ്മുടെ മുമ്പിൽ നിന്നാണ് വേദന കൊണ്ട് പൊളയണത്. മിണ്ടാതിരുന്നോ? മേടിക്കും കേട്ടോ. ഞാൻ പറയാനുള്ള പറഞ്ഞു. സിനിമയ്ക്ക് പോകുവാണെങ്കിൽ അത്രയുള്ളൂ. വണ്ടി വിളിക്കാൻ കേട്ടാ. കഞ്ഞി വെള്ളം പൊടിയരി ഇരിപ്പുണ്ടാടി? ഉണ്ട്, വായിച്ചേ. കഞ്ഞിയായിട്ട് റൊണാൾഡോട് റെഡിയാ പറയുന്ന പോവാ. പണിയൊന്നുമില്ലല്ലോ. തണുത്ത് വിറയ്ക്കുന്ന വയറ്റ് വേദന, ഒട്ടും വയ്യ. എനിക്ക് വയ്യ. ഒരു സമാധാനമില്ല. ദൈവം എന്ത് പറ്റിയാവും അമ്മയ്ക്ക്? സമാധാനമില്ലല്ലോ. അവന്റെ
പെരുങ്കള്ളി രത്നമ്മേ മരണത്തിന് കുട്ടികൾ കൂടെ വരാത്തതിന് പകരം അത് പറ്റിയതല്ലേ? തന്നെ അത് തന്നെ അതുകൊണ്ട് തന്നെ Aliens